ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു സ്കൂളിലാണ് കേട്ടോ. ഡാപ്പോറിജോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പോൾ ഏകദേശം 5 ദിവസത്തിന് മേലെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ സൈക്കിളിലെ ചെയിൻ പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം സ്റ്റക്കായിപ്പോയി. നമ്മൾ ടാക്സിങ്ങിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ 2 ദിവസം മുമ്പ് നമ്മൾ സൈക്കിളായിട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ വീണ്ടും പൊട്ടിപ്പോയി. അങ്ങനെ തിരിച്ച് വന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന സ്ഥലം. ഇതൊരു ടഗിൻ ട്രഡീഷണൽ ഹൗസാണ്. ഇത് എല്ലാം പണിതേക്കണത് നമ്മുടെ അഖിൽ ബ്രോ ഉണ്ട്, മൂപ്പരാണ് പണിതേക്കണത്. ഇതൊരു സ്കൂളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. അല്ലേ, ഒരു സ്കൂളാണ് കേട്ടോ, വിവേകാനന്ദ പബ്ലിക് സ്കൂള്. അപ്പോൾ അഖിൽ ബ്രോയാണ് ഇതിൻ്റെ ഇൻചാർജും കാര്യങ്ങളൊക്കെ. അല്ലേ, ഇതാണ് കേട്ടോ സ്കൂള്. അപ്പോൾ നമ്മുടെ സൈക്കിള് കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഇവരുടെ കോട്ടേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയാണ് മൂപ്പര് താമസിക്കുന്നത്. ആളുടെ വണ്ടിയാണ് ഈ കാണുന്നത്. മലയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കോടയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ താമസിച്ചത് ഈ ഒരു വീടിൻ്റെ മേളിലാണ് കേട്ടോ. അതായത് ഇവിടെ ഉണ്ടാക്കിയ ഒരു വീടാണിത്. അടിയിലെന്തോ എന്തോ അടുക്കള എന്തോ ആണ്. അപ്പോൾ അതിൻ്റെ മേളിലാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങനെയാണ്. ഇനിയിപ്പോൾ ടാക്സിങ് പോകാനാണ് പ്ലാൻ. എപ്പോൾ എവിടെ എത്തുമെന്ന് ഇപ്പോൾ എടുത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സാധനങ്ങളൊക്കെ എല്ലാം പാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് അവിടെ സ്കൂൾ തുടങ്ങി തോന്നുന്നു. ഇറങ്ങനെയാണ്. വരുമ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ വരുമ്പോൾ കാണാം എനിക്ക് കേട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങണേ കേട്ടാ. ഇതാണ് ഇവൻ്റെ സ്കൂള്. ബൈ मिलता है वापस आएगा इस टाइम तो मिलेगा. अभी केरला भी आओ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടാ. സൈക്കിളിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. നമ്മുടെ ബായി മേടിച്ചു തന്നെ കേട്ടാ. അപ്പോൾ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണ് കേട്ടോ അഖിൽ ബ്രോ. ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ച് പുതിയ പുതിയ അനുഭവങ്ങൾ തന്നു. അതുപോലെ തന്നെ പുതിയ പുതിയ കാഴ്ചകൾ കണ്ടു. ഒരു എന്താ പറയുക, നമ്മളൊരു നല്ലൊരു ഫാമിലിയുടെ കൂടെ ഇത്ര ദിവസം സ്പെൻഡ് ചെയ്തേട്ടാ. അത് വല്ലാത്തൊരു മെമ്മറി തന്നെയാണ്. ഒട്ടും പ്രതീക്ഷയില്ലാട്ടെ, ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ്. അത് വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ വരും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതാണ് നമ്മൾ പോണ റൂട്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഈ റൂട്ട് നമ്മൾ പോകണേക്കാണ് നമ്മുടെ സൈക്കിള് കംപ്ലൈൻ്റ് ആയത്. അപ്പോൾ ഇനി വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇതാണ് ഡാപ്പോറിജോ എന്ന് പറഞ്ഞ സ്ഥലം. നമ്മുടെ പോണേക്ക് നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഈ ഒരു ബ്രിഡ്ജ് ശരിക്കും എന്തോ 1992 ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണതാണ് കേട്ടോ. അപ്പോൾ അതിന് മെമ്മറി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, ഈ ഒരു ബ്രിഡ്ജാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ കുറച്ച് ആൾക്കാരെ കണ്ട്. അപ്പോൾ അവർ റോഡ് സേഫ്റ്റി അവയർനെസ്, ये रोड सेफ्टी अवेयरनेस है ना? अच्छा, अब थोड़ा इसको भी कुछ बताइए ना कुछ. हम लोग ये रोड सेफ्टी का अवेयरनेस कर रहे हैं. तो बेसिकली आज तो अवेयरनेस ही कर रहे हैं हम लोग ना. और ये फाइन साइन नहीं कर रहे हैं. तो हेलमेट पहनना है, ड्राइविंग लाइसेंस, ऑल डॉक्यूमेंट्स टिक करना है. ओके, वही अवेयरनेस आज करा रहे हैं. अच्छा, बस आपको वो सर बताएंगे हमारे सर है. हाय, आप लोग कैसे हो? ठीक है ना? हाय सर, कैसे हो आप? आज हम लोग वही कर रहे हैं. एक तो हम लोग का 1 जनवरी से लेकर 31 जनवरी रोड सेफ्टी मंथ ना ऑल ओवर इंडिया हम लोग का करा रहा है. तो ये आपका मिनिस्ट्री ऑफ रोड ट्रांसपोर्ट एंड हाईवे से है. तो ये डिस्ट्रिक्ट अपर सुबनसिरी है. हम लोग ये DT ऑफिस का है, ट्रांसपोर्ट ऑफिस का है. अच्छा. हम लोग भी उसी आपका लाइन में ये रोड सेफ्टी मंथ को अभी इसमें मना रहा है. तो इसमें हम लोग का बेसिकली हम लोग एक पैम्फलेट्स बांट रहा है. गुड सैमरिटन राहवीर स्कीम हो गया ना, उसको अवेयर कराने के लिए कि जो एक्सीडेंट जो विक्टिम है तो गोल्डन आवर में 1 घंटा के अंदर में कोई मदद अगर करता है तो उसको 25,000 का कुछ उसको रिवार्ड दिया जाता है ना. उसके लिए तो हम लोग को अवेयरनेस करा रहा है. दूसरा है हम लोग हिट एंड रन जो केस है उसके लिए भी आपका जो अभी जो मदद करता है उसका तो हम बता दिया गुड सैमरिटन का. दूसरा है कि हिट एंड रन केस का जो विक्टिम है तो उसको भी आपका मुआवजा मिलता है, कंपनसेशन मिलता है. अच्छा. उसको भी आपका डेथ में 2 लाख का आसपास मिल जाता है. और अगर ग्रीवस इंजरी है तो 50,000 आसपास का मिल जाता है. अच्छा, ये इंश्योरेंस है? नहीं, इंश्योरेंस नहीं, जस्ट कंपनसेशन तो कम्प्लीटली वो मिलता है. अच्छा. और बाकी कुछ भी आपका मान लीजिए MACT का जो क्लेम्स ऑब्जेक्शंस है, क्लेम्स उसको भी कर सकता है. और ये भी अलग से है, प्लस ये. अच्छा. तो ये आपको भी मिलके अच्छा लगा. थैंक यू सर, थैंक यू सो मच. ओके, थैंक यू.
അപ്പോൾ അവർ കുറേ സാധനങ്ങളാണ് നോക്കിയിട്ട് പാവങ്ങൾ അവരിവിടെ ഒരു അവയർനെസ് ആയിട്ട് വന്നതാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ബ്രിഡ്ജിൽ ഇത് ശരിക്കും 30 വർഷങ്ങൾക്ക് മുമ്പ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണതാണ്. ഇതിൻ്റെ മേലിൽ കൂടെ ഒരു വണ്ടി പോയി, ബസ് പോയപ്പോൾ അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വെള്ളത്തിലേക്ക് വീണ് കേട്ടോ. ഇതാണ് സുബൻസിരി റിവർ. അപ്പോൾ അത് വെള്ളത്തിലേക്ക് ഇടിഞ്ഞ് വീണ് അങ്ങനെ കുറേ പേര് മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത് കേട്ടോ. എന്നിട്ട് ഇത് രണ്ടാമത് പണിതാണ്. അപ്പോൾ ഇതിലൂടെ ഇപ്പോൾ വണ്ടികൾ കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ബ്രിഡ്ജ്, അടിയിലൂടെ ഒഴുകണതാണ് സുബൻസിരി റിവർ. അപ്പോൾ നമ്മൾ ഓക്കെ ഹായ് ഭയ്യ. അപ്പോൾ അവിടെ കുറേ പേര് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. ഇവിടെ അത്യാവശ്യം വണ്ടികൾ പോകുന്നുണ്ട്. പിന്നെ ILP വെച്ച് തന്നെ പെട്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പയ്യെ ഇവിടെ ഇറങ്ങണേ കേട്ടോ. ഇതാണ് സുബൻസിരി റിവറിൻ്റെ വ്യൂ കേട്ടോ. ഇല്ലേ, നമ്മളിപ്പോൾ നിൽക്കുന്നത് സുബൻസിരി ഡിസ്ട്രിക്റ്റാണ്. ഈ ഒരു ഡിസ്ട്രിക്റ്റിൽ മൊത്തം ഈ ഒരു റിവർ തന്നെയാണ് ഒഴുകി പോണത്. നല്ല അത്യാവശ്യം ഒഴുക്കുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ വെയിലും ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഏകദേശം നമുക്ക് ഒരു 200 കിലോമീറ്റർ എന്തോ സഞ്ചരിക്കാനുണ്ടെന്നാണ് തോന്നുന്നത്. റോഡ് ഈ റൂട്ടിൽ നിന്ന് നമുക്ക് കുഴപ്പമില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേയൊക്കെ പോകുമ്പോൾ റോഡ് ഭയങ്കര മോശമെന്നാണ് ഇവർ പറഞ്ഞു കേട്ടത്. അപ്പോൾ എനിക്കറിയില്ല എന്ത് ആവുമെന്ന്. എന്തായാലും നമുക്ക് നോക്കാട്ടോ. മാക്സിമം നമുക്ക് പോയേ പറ്റുള്ളൂ. ഒരുപാട് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മൾ ഇനി ഏകദേശം ഒരുപാട് ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട്. പക്ഷേ പോണ റൂട്ടിലുള്ള കാഴ്ച ഈ കാണുന്നതാണ് കേട്ടോ മക്കളെ. നല്ല കിടിലം ഭംഗിയല്ലേ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൃഷിയാണ് കേട്ടോ. ആ കാണുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ചിൻ്റെ കൃഷിയാണ്. കണ്ടില്ലേ, ഓറഞ്ചിൻ്റെ മരങ്ങളായിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഈ കാണുന്നതെന്ന് തോന്നുന്നത്. ഇവിടെ അത്യാവശ്യം കൃഷികളാണ് കേട്ടോ. ഇവിടെ ചെറിയ ചെറിയ വീടുകൾ മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ കൃഷിക്കാരൻ്റെ വീടുകളാണ്. അതുപോലെ തന്നെ അതിൽ മത്സ്യ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതിൽ നിന്ന് ഫിഷിംഗ് ഒക്കെ ചെയ്തായിരുന്നു. വെള്ളത്തിലിറങ്ങി തപ്പിയൊക്കെ പിടിച്ചായിരുന്നു കേട്ടോ. ഈ ഒരു റിവറിൽ ഒരുപാട് ഫിഷ് ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടൊക്കെയാണ് ഇതിൽ മീൻ പിടിച്ചത്. വല്ലാത്തൊരു അഡ്വഞ്ചറായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര വന്നിട്ട് ഇതേപോലെ ഒരു മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പോണ റൂട്ടിൽ ഇതേപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത ആശ്വാസം കേട്ടോ. അവിടെ കുറേ പേര് പിക്നിക്കായിട്ട് ഇരിപ്പുണ്ട്. ഇല്ലേ, അടിപൊളി വെള്ളച്ചാട്ടം അല്ലേ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. അതല്ലേ, പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ടുണ്ട്. നമ്മൾ പോണ റൂട്ടിലൊക്കെ ഇതേപോലെ ഒരുപാടുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞു കേട്ടത്. അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വേണം ഇങ്ങനെ പോവാൻ. ഹായ് ഹായ്. അപ്പം അവിടെ കുറച്ച് ആൾക്കാരെ നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഹായ് ഭയ്യ, കേസോ ഹോ? मैं अभी टैक्सी में जाएगा. आप लोग कहाँ से आया? इधर गए ना. ऑल इंडिया पूरा घूम रहे हैं ना. ऑल इंडिया घूम रहे हैं. क्या हम बोला है ना, आपका हम पूरा मोबाइल में देख रहे हैं ना. मेरा हाँ, अच्छा. आपका तो 30 है. आपका तो 30 है. क्या ऑल इंडिया घूमना है? शौक के लिए. हाँ, मैं अभी खा के आया. ठीक है भैया, मिलता है. अच्छा होगा. ओके, मिलेंगे. थैंक यू सो मच. आप भी अच्छा से जाओ. ओके, बाय. थैंक यू. ठीक है भैया. ओके. ये तो मतलब ये मनपार होटल है ना. तहसील लेक मतलब मैं तवांग घूम के आया, इसलिए तो मैं देखा. अच्छा. अच्छा. तहसील मतलब तो वेलकम बोलता है ना. नमस्ते वेलकम बोलता है. मैं घूम के आया, इसलिए तो मेरे को जानता है काफ़ी तहसील. ഓക്കെ ഭയ്യ, മിൽത്തായേ. താങ്ക് യു സോ മച്ച്. പോണൊക്കെ ഇതേപോലെ ആൾക്കാരെ ഒരുപാട് കണ്ടുകൂട്ടാണ്ട് വല്ലാതെ സന്തോഷം കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനത്തെ റൂട്ടാണ് നമ്മൾ പോണത്. ഇവിടേക്ക് ഇതേപോലെ ആൾക്കാരെ കണ്ടുമുട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം കേട്ടോ. അപ്പോൾ ഇനിയും ആൾക്കാരെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പലയിടത്തും നെറ്റ്വർക്ക് കാര്യങ്ങൾ വളരെ കുറവാണെന്നാട്ടോ പറഞ്ഞാൽ. പിന്നെ ഇവിടെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എയർടെലാണ്. പക്ഷേ എങ്കിൽ നമ്മളിനി കയറും തോറും എയർടെലും കുറഞ്ഞു വരുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഉള്ളത് BSNL ആണ്. ജിയോക്ക് ഇവിടെ റേഞ്ച് വളരെ കുറവാണ് ഉണ്ട്. പക്ഷെ എന്നാലും ചില സ്ഥലങ്ങളിൽ ജിയോ കുറച്ച് ചടങ്ങാണെന്നാണ് കേട്ടത്. അതുപോലെ തന്നെ BSNL ആണ് വീണ്ടും കുറച്ചും കൂടെ ബെറ്റർ എന്നിട്ട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നോക്കാം, ഇതിലൊക്കെ വഴികളൊക്കെ ഉണ്ടാവും.
അപ്പോൾ അതാണ്ടാ, കാരണം നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ്ടാ. നല്ല അടിപൊളി റൂട്ടാണ് മക്കളെ, വല്ലാത്ത പീസ്ഫുൾ ആട്ടാ, നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ കാരണം നമുക്ക് ഈ ഒരു തണലൊക്കെ വന്ന സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ തണുപ്പ് ഫീൽ ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ കയറും തോറും തണുപ്പ് കൂടിക്കൂടിയേ വരുള്ളൂ. ടാക്സിങ്ങിലൊക്കെ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സ്നോഫാൾ ഉണ്ടെന്നാണ് കേട്ടത്. ഒരു പിടുത്തമില്ല കേട്ടോ. ഇവിടെ ഉള്ളത് ടഗിൻ എന്ന് പറഞ്ഞ ട്രൈബാണ് കേട്ടോ, ഡാപ്പൂർ ജോലി. ടഗിനുണ്ട്, പിന്നെ അതുപോലെ നിശ്ചയുണ്ട്, പിന്നെ വേറെ ഏതൊക്കെ ട്രൈബ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ക്രിസ്ത്യാനിറ്റിയാണ്. അതുപോലെ തന്നെ ഡോണിപ്പോളോ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ട് കേട്ടോ. ഹിന്ദു മതവിശ്വാസമായിട്ട് കണക്ഷനുള്ളൊരു വിഭാഗമാണ്. അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ഈ ഡോണിപ്പോളോ എന്ന് പറയുന്നത് ഹിന്ദു മതവിശ്വാസം ഉണ്ടാ. അപ്പോൾ അവർ ഇവിടെ കുറേ ഉണ്ട്. ഇവിടെ ഒരു ശിവക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ പോയതാണ്, ഒരു നാഗമന്ദിർ അങ്ങനെ എന്തോ എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അങ്ങോട്ട് പോയി. പിന്നെ നമ്മൾ ഇനി കയറണില്ല കേട്ടോ, കാരണം ഒരു പ്രാവശ്യം നമ്മൾ പോയിട്ട് വന്നതാണ്. ആ സമയത്ത് നമ്മൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വന്നേ കേട്ടോ. അതുപോലെ തന്നെ ഇനി പോകുന്തോറും നല്ല രീതിയിൽ കയറ്റമുണ്ട്. അതുപോലെ തന്നെ ഫുള്ള് ട്രൈബ്സാണ് കേട്ടോ. അല്ല എന്താ പറയുക, വ്യത്യസ്തപരമായ കൾച്ചറും വ്യത്യസ്തമായ രീതിയിലുള്ള പല പല വിഭാഗത്തിൽപ്പെട്ട പല പല ഭാഷ സംസാരിക്കുന്ന ട്രൈബ്സ് മാത്രമേ ഉള്ളൂ പോണ റൂട്ടിൽ. ഇവിടെ അത്യാവശ്യം നിശ്ചയുണ്ട്, അതുപോലെ തന്നെ ടഗിനുണ്ട്. ടഗിനാട്ട മെയിനായിട്ട് ഈ ഏരിയയിലുള്ളത്. അതുപോലെ തന്നെ വേറെ ഗ്രാലോ എന്ന് പറഞ്ഞ ട്രൈബ് ഉണ്ട്. പിന്നെ ഉള്ളത് ഇവരും കേട്ടോ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എനിക്കിങ്ങനെ അറിയാവുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്ന് നമ്മൾ ഷെയർ ചെയ്യണേ ഇതിലേക്ക്. ഇത്ര നേരം അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ അതേ ഒന്ന് തണുത്ത് വന്നിട്ട്, അതായത് ഇവിടെ നല്ല തണലുണ്ട്. ഇത് നോക്കിയാൽ ഫുള്ള് മലനിരകളാണ്ട, ചുറ്റും നമ്മൾ നോക്കിയാൽ ഫുള്ള് പച്ചപ്പാറ മലനിരകൾ മാത്രമേ ഉള്ളൂ. പിന്നെ അടിയിൽ കൂടെ ദേ നമ്മുടെ സുബൻസിറ്റി റിവർ ഒഴുകുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വന്നോയ്ക്ക് ഇവിടെ ഒരു ബിആറോടെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഫുഡ് കഴിച്ചേട്ടാ. അപ്പോൾ അവിടെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ വന്നോയ്ക്ക് ഇവിടുത്തെ വേറെ ഒരു ക്യാപ്റ്റനെ കണ്ട്, അപ്പോൾ ആളെ ഇൻവൈറ്റ് ചെയ്ത് ക്യാമ്പിലേക്ക്. അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്ന് കുറേ സാധനങ്ങളൊക്കെ പാർസലാക്കി തന്നിട്ടാ പാവം. അപ്പോൾ എന്തായാലും ഇന്ന് എവിടെ തങ്ങുമെന്നൊക്കെ ചോദിച്ചു. എന്നോട് പറഞ്ഞു പുള്ളി വേണമെങ്കിൽ പോകണമെങ്കിൽ അവിടെ ഒരു വേറൊരു ക്യാമ്പുണ്ട്, അവിടെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ടെൻ്റ് അടിക്കാനാണ് പ്ലാൻ ഇട്ടേക്കണമെന്നാണ് ഇതുവരെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെയാണ് വിശേഷം കേട്ടോ. പോണ റൂട്ടിലൊക്കെ ആകെ ഈ ഒരു മനോഹരമായ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ മക്കളെ. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അവിടെ 2 പിള്ളേർ അവിടെ നിൽപ്പുണ്ട്, ഉണ്ടല്ലേ, അവരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ബ്രിഡ്ജിൽ കയറി ഇന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ കുറേ എടുത്തതാണ്. നമ്മുടെ അഖിൽ ബ്രോയുടെ കൂടെയാണ് അന്ന് വന്നത്. അങ്ങനെ ഈ കാണാതാണ്ട ബ്രിഡ്ജ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, എനി കൈൻഡ് ഓഫ് ഹണ്ടിങ്, ഫിഷിംഗ് ആൻഡ് കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്റ്റ് ആർ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. പിന്നെ പെനാൽറ്റി ഉണ്ട് 50,000. അതായത് ഇവിടെ ഫിഷിങ്ങോ ഹണ്ടിങ്ങോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പെനാൽറ്റി അടിക്കും കേട്ടോ, ഫൈൻ അടിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബ്രിഡ്ജ് നോക്കിയേ, ഇത് ഫുള്ള് തകർന്നിരിക്കുന്ന കേട്ടോ. അഡ്വഞ്ചറായിട്ടുള്ള യാത്രയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അഖിൽ ബ്രോയുടെ കൂടെ വന്നേ കേട്ടോ. അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഇതാണ്, ഭയങ്കര റിസ്ക്കിയാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് നടന്നു പോകുന്നതാണ്. അവിടെ കുറേ പേര് ഇരിപ്പുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവരെന്തോ മീൻ പിടിക്കണമെന്നാണ് തോന്നുന്നത്. പൊട്ടിക്കഴിഞ്ഞാൽ തീർന്ന് ഞാനേ പേടിച്ചാണ്ട് ഇറങ്ങണം. കാരണം ഇതൊക്കെ നമ്മളങ്ങനെ ചെയ്യാതിരിക്കുന്ന ഏറ്റവും നല്ല കാര്യം. കാരണം നമ്മൾ ഒറ്റക്കാണ്, വേറെ ആൾക്കാരൊന്നും ഇല്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതേപോലുള്ള അഡ്വഞ്ചർ ചെയ്യാതിരിക്കുക. വീണ് കഴിഞ്ഞാൽ തീർന്നിട്ടാ. ഇതാണ് കേട്ടോ സുബൻസരി റിവർ എന്ന് പറയണത്. ഇതിൻ്റെ മേലിലാണ് ഈ ഒരു ബ്രിഡ്ജ് ഉള്ളത്. അപ്പം നമ്മൾ പയ്യെ ഇവിടുന്ന് ഇറങ്ങണേ കേട്ടോ. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ തീർന്ന് മക്കളെ. അത്യാവശ്യം നല്ല രീതിയിൽ പേടിച്ചാണ് ഞാനിങ്ങനെ പോണത്. നമ്മുടെ സൈക്കിളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ അഖിൽ പ്രോയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് വ്ലോഗായിട്ടല്ല എടുത്തത്, ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തതാണ്. ഇവിടെയുള്ള ആൾക്കാരില്ലേ ഇതിൻ്റെ മേലിൽ കൂടെ വെയിറ്റും തൂക്കിയിട്ടുണ്ടാണ് മഞ്ഞെന്നാണ് പറഞ്ഞത്. ഇത് നോക്കി ഈ ബ്രിഡ്ജ് ഫുള്ള് പോയി കിടക്കണേട്ടാ. വീട് കഴിഞ്ഞാൽ തീർന്ന് ഇതാണ്ട അവസ്ഥ. ഇനി നമുക്ക് തക്സിങ്ങിലേക്ക് ഏകദേശം 193 കിലോമീറ്റർ ഉണ്ട്. ലെമിക്കിങ് 123 കിലോമീറ്റർ, നാച്ചോ 85, കൊടക് 27, തലിഹ 18, ഉൺഗു എന്ന് പറഞ്ഞ സ്ഥലം 4 കിലോമീറ്റർ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട് പ്ലാൻ കേട്ടോ. തക്സിങ് ആണ് നമ്മുടെ പ്ലാൻ ഇട്ടേക്കുന്നത്. തക്സിങ് 193 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഏകദേശം ഡാപ്പോറിജോന്ന് 200 സംതിങ് കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് കിലോമീറ്റർ നമ്മൾ കവർ ചെയ്ത് വന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ ഇരിക്കുന്ന സ്ഥലം. ഫുള്ളും മലനിരകളാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ആർമി ക്യാമ്പൊക്കെ ഉണ്ട് കേട്ടോ ഇതിലെ.
അപ്പോൾ റോഡ് കാര്യങ്ങളൊക്കെ ഇതേപോലത്തെ റോഡാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് തലിഹ കഴിഞ്ഞിട്ട് റോഡ് ഭയങ്കര മോശമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഒരു പിടുത്തമില്ല, ഫുൾ ഓഫ് റോഡിങ് ആണെന്ന് കേട്ടോ കേട്ടോ. ഇവിടെയൊക്കെ പുതിയ വീടിൻ്റെ പണി നടന്നിട്ടിരിക്കുന്നേട്ടാ. വീടും ഉണ്ട്, അതുപോലെ തന്നെ കടയുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നത് മേളിലൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇവരുടെ വീട്. ഉണ്ടല്ലോ അവിടെയൊക്കെ ലേറ്റ് ഉണ്ട്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു അവരുടെ പുതിയ വീടും അതുപോലെ തന്നെ കടയും പണിയണതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. നോക്കി അറ്റം വരെ ഉണ്ട് കേട്ടോ വീട് പണി. പിന്നെ അതുപോലെ തന്നെ ഇവിടെയുണ്ട് വീട് പണിയണതിൻ്റെ ഇത്. ഇവിടെയൊക്കെ ഇങ്ങനെ ഫുള്ള് ഇവർ എടുത്തേക്കണുണ്ട് ഈ ഒരു ഭാഗം മാത്രം. ശരിക്കും ഇതിങ്ങനെ ഇത്രയും ഭാഗം ഉള്ളതായിരുന്നു. മൊത്തം ഇവർ കട്ട് ചെയ്തിട്ടാ, മല മൊത്തം കട്ട് ചെയ്തിട്ടാണ് വീടും കാര്യങ്ങളൊക്കെ പണിയണത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് റോഡ് വീതി കൂട്ടിയത് അങ്ങനെ ആയിക്കോട്ടെ. ചിലപ്പോൾ നേരത്തെ ഇവിടം വരെ ഉണ്ടാവും, എന്നിട്ട് കട്ട് ചെയ്ത് ഇത്ര ആക്കിയിട്ട് പിന്നീടായിരിക്കും റോഡ് പണിത് കേട്ടോ. കാരണം ഈ ഒരു റൂട്ടൊന്നും നമുക്ക് മാപ്പിൽ അങ്ങനെ കാണിക്കില്ല. ഇതല്ല, ഇവിടെ നിന്ന് ഏകദേശം ഒരു കുറച്ച് കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാപ്പിൽ അങ്ങനെ കാണിക്കില്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം 4:30 കേട്ടോ. പൈ ഇരുട്ടി തുടങ്ങി. ഇതൊക്കെ ഇവിടെയൊക്കെ ഫുള്ളിങ്ങനെ കട്ടിങ് നടന്നിട്ട് റോഡ് പണിതാണ് കേട്ടോ. ഇതൊക്കെ BR ആണ് ഈ റൂട്ട് പണിയണമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് ഫുള്ള് ബോർഡർ റൂട്ടാണ്. അല്ലേ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് വീടുകൾ ഇതേപോലെ ഇങ്ങനെ റോഡ് സൈഡിൽ പണിയുണ്ട്. കൂടുതലും കടകളാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഇറക്കമുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ആ ഒരു ഭാഗം വരെ ഇറക്കമുണ്ട്. ഉണ്ടല്ലേ നടമ്പിൽ ഇറക്കമുണ്ട് കേട്ടോ. നമുക്ക് ഈ സംഭവമൊക്കെ ഇങ്ങനെ നെറ്റ് കെട്ടിയിട്ടില്ലേ, ഇത് ശരിക്കും അവിടെ മേളിൽ നിന്ന് ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് അത് കെട്ടിയേക്കണത്. കാരണം അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുടെ തലയിലേക്കൊക്കെ വീഴും. അതുപോലെ ഇവിടെയൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചെറിയ ചെറിയ വാട്ടർ പോയിന്റുകൾ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കുടിക്കാൻ പറ്റിയ വെള്ളമാണ്, മലയിൽ നിന്ന് ഒഴുകി തന്നെ വെള്ളം കേട്ടോ. കുളിക്കുകയും ചെയ്യാം, കുടിക്കുകയും ചെയ്യാം, എല്ലാം ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് ഇന്ന് ഉങ്കു എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം കിട്ടിയത്. ഇതൊരു BR ക്യാമ്പാണ്. നമ്മൾ വന്നിക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടാണ്. അപ്പോൾ അവർ സെറ്റാക്കി തന്നാണ്.